السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളുണ്ടാകും. ഭൗതികമായ പല നേട്ടങ്ങളും ലാഭങ്ങളും നേടിയെടുക്കാൻ, ഓരോ ടാർഗറ്റുകളും അച്ചീവ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യും. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷ്യം പാരത്രിക ജീവിതത്തിലെ വിജയം നേടിയെടുക്കുക എന്നതാണ്. അതിനുവേണ്ടി ആത്മാർത്ഥമായി നാം പരിശ്രമിക്കുമ്പോൾ അതാണ് ജിഹാദ് എന്നുള്ള പദം കൊണ്ട് അതിൻ്റെ ശരിയായ വ്യാപകമായ അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. വൽ ജിഹാദു ബദ്ലുൽ വുസ്ഇ ഫി ഹുസൂലിൽ വർദിൽ മത്ലൂബ്. നമ്മൾ ലക്ഷ്യം വെക്കുന്ന നമ്മുടെ ആ ലക്ഷ്യം നേടിയെടുക്കുവാൻ ആത്മാർത്ഥമായി നമ്മുടെ ശേഷികൾ, കഴിവുകൾ വിനിയോഗിക്കുക എന്നതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് അതുകൊണ്ട് തന്നെ ഏറ്റവും അർത്ഥവത്താണ്, മൂല്യവത്താണ്. അത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മറ്റുള്ളവരെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, ആശയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, നന്മകൾ കൽപ്പിച്ചുകൊണ്ട്, തിന്മകൾ വിരോധിച്ചുകൊണ്ട് ഒക്കെയാണ് ആ കാര്യങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടത്. ദീനിയായ കാര്യങ്ങൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുന്നതും, അതേപോലെ അദബും മര്യാദകളും ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതും ഉപദേശങ്ങൾ നൽകുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമാണ്. മുൻഗാമികളായ നമ്മുടെ പൂർവികരെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഈ മേഖലയിലൊക്കെ അവർ ആത്മാർത്ഥമായി ഉത്സാഹിക്കുകയും കഠിനാധ്വാനം ചെയ്യുകയും ത്യാഗങ്ങൾ സഹിക്കുകയും ഒക്കെ ചെയ്തത് നമുക്ക് കാണുവാൻ സാധിക്കും. അവർ കഷ്ടപ്പെട്ടതിനുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരെയും നേതാക്കന്മാരെയും കുറിച്ച് ഓർത്താൽ തന്നെ അന്നത്തെ ത്യാഗം നിറഞ്ഞ ജീവിത സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ സ്വഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയും ഇമാമിയങ്ങളുടെയും ഒക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ സഹിച്ച ത്യാഗത്തിൻ്റെ, കഷ്ടതയുടെ ധാരാളം ഉദാഹരണങ്ങൾ, പാഠങ്ങൾ നമുക്കിവിടെ കാണാം. കാരണം അന്ന് സൗകര്യങ്ങൾ കുറവാണ്. അവർക്ക് എത്തേണ്ട ദൂരങ്ങളും സഹിക്കേണ്ട ത്യാഗങ്ങളും നേരിടേണ്ട സമൂഹങ്ങളുമൊക്കെ കുറേയേറെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായിട്ടും അവർ കഠിനാധ്വാനം ചെയ്തു. എന്നാൽ പിൽക്കാലത്ത് നമുക്ക് സൗകര്യങ്ങൾ കൂടി, ഈ നന്മകൾ ചെയ്യാൻ, സ്വന്തത്തോടുള്ള ജിഹാദ് നടത്താൻ, ആളുകളിലേക്ക് ദീനിൻ്റെ സത്യസന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കാൻ താല്പര്യം കുറഞ്ഞു. ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ അധികരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഒരു വിശ്വാസി ഒരിക്കലും നിരാശനാകേണ്ടതില്ല. അള്ളാഹുവിൽ തവക്കുലാക്കി പടച്ചറബിനോട് നിരന്തരം സഹായം ചോദിച്ച് പ്രാർത്ഥിച്ച് പരിശ്രമിക്കാൻ സന്നദ്ധതയും മനസ്സുമുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് വിജയമുണ്ട്. അതുകൊണ്ട് ശക്തമായ ജിഹാദ് വേണ്ടത് ഈ മേഖലയിലാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലന. തീർച്ചയായും നമ്മുടെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്ക് നന്മയുടെ വഴികൾ നാം തുറന്നിട്ട് കൊടുക്കും, അതിലൂടെ അവരെ നാം നയിക്കും എന്നല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പടച്ചറബിനോട് നമുക്ക് ചോദിക്കാൻ, തേടാൻ സാധിക്കണം. അലസതയിൽ നിന്നും മടിയിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകൾ നടത്തണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അള്ളാഹുവെ, അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ജീവിതത്തിൽ നിന്ന് പാപങ്ങൾ ഉപേക്ഷിക്കാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കണം. തർക്കുദ്ദുനൂബ്. കാരണം പാപം നമ്മുടെ മേൽ വരുന്ന വലിയ ചങ്ങലകളും ഭാരങ്ങളുമാണ്. നന്മകളിൽ നിന്നത് നമ്മളെ തടഞ്ഞു കളയും. അതേപോലെ തന്നെ അല്ലുജൂഉ ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് നമുക്ക് നിരന്തരം ആശ്രയിക്കാനും അവലംബിക്കാനും സാധിക്കണം. പടച്ച റബ്ബ് നമ്മെ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമായിരിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ കസറത്തു ദിക്ർ വൽ ഇസ്തിഗ്ഫാർ. ധാരാളമായി റബ്ബിനെ പ്രകീർത്തിക്കാൻ, അള്ളാഹുവിനോട് പാപമോചനം തേടാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷവും ഊർജ്ജസ്വലതയും ഒക്കെ ഉണ്ടാകും. അങ്ങനെ സ്വന്തത്തോട് പടവെട്ടി തിന്മകൾക്കെതിരെ പടനയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.